എപ്പോഴും ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നൊരു സ്വഭാവം നമുക്ക് പലർക്കും ഉണ്ട്. അത് പ്രായഭേദമന്യേ നമുക്ക് പലരിലും കാണാൻ പറ്റുന്ന ഒരു ഒരു സ്വഭാവ രീതിയാണ്. അതൊരു ഹാബിറ്റാണ്. ഇപ്പം നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു കുറച്ച് സമയം കിട്ടിയാൽ നമ്മളെല്ലാവരും ഫോൺ നോക്കും. അത് നോർമലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എത്ര സമയം നമ്മൾ ഈ ഫോൺ നോക്കുന്നുണ്ട്, ഈ ഫോൺ നോക്കുന്നതുകൊണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയും നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മുടെ ഫോണിലൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് നോക്കാം എത്ര നേരം ഞാൻ എൻ്റെ സ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ സ്ക്രീൻ ടൈം നോക്കാനായിട്ട് നമുക്ക് ഫോണിൽ തന്നെ പറ്റും. അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് തോന്നില്ല, ഞാനൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഈ ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു സ്ക്രീൻ ടൈം എത്രയാണെന്ന് നോക്കിക്കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും ഒരു ദിവസം തന്നെ നമ്മളതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രോൾ ചെയ്യുന്ന രീതി നമുക്ക് നോർമലായിട്ട് ചില സമയങ്ങളിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് രാത്രിയായിട്ടും ഈ ഫോൺ അങ്ങോട്ട് താഴെ വെക്കാനായിട്ട് പറ്റുന്നില്ല. എപ്പോഴും അത് തന്നെ നോക്കുന്നു. അതിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വളരെ അലേർട്ടായിട്ടിരിക്കുന്നത് പോലെ, അത് നോക്കിയില്ലെങ്കിൽ സമാധാനം ഇല്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ മാനസികാരോഗ്യത്തെയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും ഒക്കെ ഉറക്കമില്ലായ്മ ബാധിക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ടെൻഡൻസി കാണിക്കും, ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുക. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട്, രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് പല ആൾക്കാരും ഫോൺ യൂസ് നടത്താറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു സൊല്യൂഷനെ പറ്റി നമുക്ക് പലപ്പോഴും ആലോചിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്നു, നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഈ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളൊരു ചിന്തയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ പല ആൾക്കാരും പറയാറുണ്ട്, അവർക്ക് കോൺഫിഡൻസ് കുറവാണ്, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ജോലി ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ലൈഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അവർ ഈ ഫോൺ യൂസിലേക്ക് തിരിയുന്നു, അവരുടെ പണികൾ നടക്കുന്നില്ല, അവർക്ക് ആത്മവിശ്വാസം പിന്നെയും കുറയാണ്. കാരണം ഈ ഫോൺ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവരിതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. ഒരുപാട് സമയം അവരെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുകയും അവരുടെ കഴിവില്ലായ്മകളെക്കുറിച്ച് അമിതമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് അവരിങ്ങനെ ആലോചിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഓവർ തിങ്ക് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന രീതിയിൽ അവർ ചിന്തിച്ചു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. ഈ ഡൂം സ്ക്രോളിംഗ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർക്കുള്ളൊരു പ്രത്യേകതയാണ്. അവർ ഈ ലോകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഉദാഹരണത്തിന് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ലോകം മൊത്തം അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും COVID-19 പോലത്തെ ഒരു പ്രശ്നം വരുന്നു, ഇങ്ങനെയുള്ള ന്യൂസുകളിലേക്ക് ഓവറായിട്ട് ഫോക്കസ് ചെയ്ത് എപ്പോഴും ഇതിനെപ്പറ്റി തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് സർവൈവ് ചെയ്യണം, എനിക്ക് പിടിച്ചു നിൽക്കണം, പ്ലാൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവരിത് നോക്കുന്നത്. പക്ഷെ അമിതമായിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സ്ട്രെസ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രതീക്ഷ പതുക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. എനിക്കിതൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ സ്ക്രോളിങ്ങിനെ നന്നായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, സമയം നമ്മൾ ഒന്ന് നോക്കുക. നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ ആത്മവിശ്വാസത്തെയും മെൻ്റൽ ഹെൽത്തിനെ മൊത്തമായിട്ടും അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവെയർ ആകുക.